ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമായിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മെഹന്തി ഇടാനായിട്ടാണ് കേട്ടോ. നെയിൽ ആർട്ടല്ല, മെഹന്തി ഇടാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ മെഹന്തി ഇട്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ കുറച്ച് ആളായല്ലോ മെഹന്തിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോഴത്തേനും കുഞ്ഞാപ്പി വന്നിട്ട് ക്യാമറ ഓഫ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാനത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. നമുക്ക് ഒത്തിരി പാടൊന്നുമില്ലാതെ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി നാളായിട്ടുണ്ടായിരുന്നു മെഹന്തിയൊക്കെ ഇട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെറുതായിരുന്ന ടൈമിലൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ മെഹന്തി ഇടുമായിരുന്നു കേട്ടോ. മെഹന്തി ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെഹന്തി കയ്യിലെ കളറൊക്കെ മാഞ്ഞു പോയി കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പുതിയ ഡിസൈൻസൊക്കെ കണ്ടുപിടിക്കാനും അതുപോലെ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും മെഹന്തിയൊക്കെ ഇടുമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും മെഹന്തി ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഈ ഒരു കളറല്ല, നമ്മൾ സാധാ മെഹന്തി ഉണ്ടല്ലോ അതാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതാണ് യൂസ് ആക്കിയതെന്ന് വെച്ചാൽ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇട്ടും കഴിയും, അതുപോലെ തന്നെ കളറും വെക്കുമല്ലോ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോസിലൊക്കെ കാണിക്കാനായിട്ട് എനിക്ക് ഇതാണ് ഇച്ചിരി ഭംഗിയായിട്ട് തോന്നിയത്. പക്ഷേ എപ്പോഴും നമ്മൾ മൈലാഞ്ചി ഇടുമ്പോൾ നമ്മുടെ പച്ച കളർ മൈലാഞ്ചി ഇടാനാണ് കേട്ടോ ഭയങ്കര രസമുള്ളത് കാണാനായിട്ട്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം കാണാനായിട്ട് അത് തന്നെയായിരിക്കും. പിന്നെ ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കളറായിട്ട് കിട്ടും. നമുക്ക് പെട്ടെന്ന് തിരക്ക് പിടിച്ചൊക്കെ ഇടാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആയിരിക്കും നല്ലതായിട്ട് വരുന്നത്. പിന്നെ ഏറ്റവും നല്ലത് നമ്മുടെ നോർമൽ മൈലാഞ്ചി തന്നെയാണ് നല്ലതായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ചെറുതിലൊക്കെ മുതൽ ഭയങ്കര ഇഷ്ടമായിരുന്നു മൈലാഞ്ചി ഇടാനായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കളർ പോകുമ്പോൾ തന്നെ വേറെ ഡിസൈൻസൊക്കെ ആയിട്ട് കണ്ടുപിടിച്ച് എപ്പോഴും ഇടുമായിരുന്നു. അങ്ങനെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സിമ്പിളായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡോട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിനൊരു സർക്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വീണ്ടും ഒരു സർക്കിൾ വരച്ച് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിങ്ങനെ പൂ പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്, വീണ്ടും നമ്മൾ സർക്കിൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് മെഹന്തി ഇടാനായിട്ട് അറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിലും സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റാതെ. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ മെഹന്തി ഇടാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലൊക്കെ തന്നെ പല ഡിസൈൻസൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു 2-3 വട്ടമൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വരച്ചെടുക്കാനും പറ്റും. ഞാനങ്ങനെ വരച്ചാണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ നമുക്ക് കൂടുതലും ഭംഗി കാണുന്നത് പച്ച കളർ മൈലാഞ്ചി ആയിരിക്കുള്ളൂ, അപ്പോഴായിരിക്കും നല്ല രസം ഉണ്ടാകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ റെഡി ടു ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതും നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് അത് പൊളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിലുള്ള റെഡ് കളറായിട്ട് കിട്ടും. നമ്മൾ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വട്ടം കഴുകാൻ വേണം, അത് ഒരു അത്ര കളറാവില്ല. പക്ഷെ നമ്മളത് മൊത്തം ഡ്രൈ ആയിട്ട് പൊളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഈ മൈലാഞ്ചി ഇടുന്ന ടൈമിലൊക്കെ കുഞ്ഞാപ്പിയും കൂടി ചേർന്ന് നിന്നാണ് കേട്ടോ ഇടാറുള്ളത്. എന്ന് വെച്ചാൽ കുഞ്ഞാപ്പിക്ക് ഇതിനോട് ഇഷ്ടം തോന്നാനായിട്ടും കണ്ട് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് കുഞ്ഞാപ്പിനെ നിർത്തിയിട്ടാണ് ഇടുന്നത്. പക്ഷേ കുഞ്ഞാപ്പി ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ ക്യാമറ ഓഫ് ചെയ്ത് കളയുന്നൊരു പരിപാടിയും കൂടി ഉണ്ട് ആൾക്ക്. ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ മൊത്തം ഫ്ലോപ്പായി പോകട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി ഡിസൈൻസൊക്കെ വരക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊക്കെ മെഹന്തി ഇടാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്ന കൂട്ടുകാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വേറെ എല്ലാം ഇട്ട് കൊടുക്കുമ്പോഴും ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, സിമ്പിളായിട്ട് കണ്ടോ ഇങ്ങനെ വരച്ച് കൊടുക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇത് ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം കണ്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ കഴിഞ്ഞിടെ നമുക്ക് ഇൻസ്റ്റയിൽ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെഹന്തി ഇടണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊരു മെഹന്തി ഇട്ടിട്ട് വരാമല്ലോ എന്ന് ഞാൻ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ. അപ്പോൾ അടുത്ത വീഡിയോക്ക് ആയിട്ട് വീണ്ടും വരുന്നതാക്കി. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്ക് ഓക്കെ ബൈ, ടേക്ക് കെയർ ഓൾ.